അടുക്കള ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നോമ്പ് കാലത്തൊക്കെ നമുക്ക് കുക്കിങ്ങിനൊന്നും വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും മാറ്റി വെക്കാനുണ്ടാവില്ല. കാരണം പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയി മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ്. അപ്പൊ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗ് ഒക്കെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിലും വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ആദ്യം തന്നെ ചെറിയുള്ളി എടുത്തിട്ട് അതിന്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ആ ഒരു ഞെട്ടി ഭാഗവും ഒരു വാൽ ഭാഗവും അത് രണ്ടും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഒരു ബൗളിലേക്ക് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല ചൂടിലുള്ള വെള്ളം ഉള്ളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. ഇനി ഇത് അടച്ചു വെക്കാം. ഞാനിവിടെ 1 മണിക്കൂറോളം അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. 1 മണിക്കൂറിന് ശേഷം നമുക്കിതാ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഞെരടി കൊടുത്താൽ തന്നെ തൊലിയൊക്കെ ഇതിൽ നിന്ന് ഊരിപ്പോരും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതിൽ ചൂടുവെള്ളം ഒഴിച്ച് അവിടെ അടച്ചു വെച്ചാൽ മതി. പിന്നെ നമ്മൾ ആ ഒരു ജോലികളൊക്കെ തീരുമ്പോഴേക്കും ഇതൊന്ന് കുതിർന്ന് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ആ കുതിർന്ന് വന്നാൽ നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ തൊലി ഇതുപോലെ ഇളക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പം വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇത് തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇനി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നനഞ്ഞ ഉള്ളിയാണ്. അപ്പോൾ അത് നല്ലതായിട്ട് ഒന്ന് ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കിച്ചൺ ടവലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടോ നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴും കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാനുണ്ട്, അത് വഴിയാ പറയാം കേട്ടോ. പിന്നെ അതാ വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ അത്ര തന്നെ ഇഞ്ചി എടുത്തിട്ടില്ല കേട്ടോ, ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇഞ്ചിയുടെ ഫ്ലേവർ ഒരുപാട് കുത്തുന്നൊരു ഫ്ലേവർ ആണല്ലോ. അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പൾസ് ചെയ്തിട്ട് ഇത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി അരച്ചെടുക്കാൻ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇഞ്ചിയിൽ വെള്ളം ഉണ്ടാവും, എന്നാലും നമ്മൾ ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിൽ നന്നായിട്ട് നിരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരേ കനത്തിൽ തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇനി നമ്മളിത് ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. ഫ്രീസറിൽ വെച്ചിട്ട് ഇത് ഐസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോഴേക്കും നല്ല ഐസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഹാർഡായിട്ട് തോന്നും. അപ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇരിക്കുമ്പോൾ തന്നെ ഇത് പ്ലേറ്റിൽ നിന്ന് മൊത്തത്തിൽ ചിലപ്പോൾ വിട്ടുപോകും കേട്ടോ. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പ്ലേറ്റിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മൊത്തത്തിൽ പോന്നാൽ നമുക്ക് ഇതുപോലെ പലകയിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കറിയിലേക്കൊക്കെ ഇടാൻ പാകത്തിനുള്ള ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഒരു 2 ക്യൂബ്സ് 3 ക്യൂബ്സ് ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ, കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി കട്ട്ലറ്റോ സമൂസയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തായാലും നോമ്പിനൊക്കെ നമ്മൾ എന്തായാലും പൊരികളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിലേക്കൊക്കെ മസാല വഴറ്റുന്ന സമയത്തൊക്കെ ചെറിയൊരു ക്യൂബ്സ് ഇതിൻ്റെത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസുകളെല്ലാം ഞാനിതാ ഒരു സിപ്ലോ കവറിലാണ് ആക്കി വെക്കുന്നത്. ഇനിയിപ്പോൾ കണ്ടെയ്നറിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫ്രീസറിലൊക്കെ സ്റ്റോർ ചെയ്യണം ഈ ഒരു സംഭവം. അപ്പോൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു സ്പേസ് ഒക്കെ ലാഭിക്കാനാണ് ഞാൻ ഇതുപോലെയുള്ള സിപ്ലോ കവർ എടുത്തിട്ടുള്ളത്. കണ്ടെയ്നറൊക്കെ ആകുമ്പോൾ ഒരുപാട് സ്പേസ് പോവും. അപ്പോൾ ഇതുപോലെ കവറിലാക്കിയതിന് ശേഷം എയറൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇനിയിപ്പോൾ നമുക്ക് നോമ്പ് കാലത്തൊക്കെ കൂടുതൽ ചിലവുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് ആയിട്ട് പച്ചമുളക്, തക്കാളി, അതുപോലെ സവാള, ഉള്ളി, അത്രയാണ് കേട്ടോ. ചോറൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ പച്ചക്കറികളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കിവിടെ അങ്ങനെ ചോറ് വെക്കുന്ന ഒരു പതിവില്ല കേട്ടോ. വൈകുന്നേരം എന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് നമ്മൾ അത്താഴത്തിനൊക്കെ കഴിക്കാറുള്ളത് കേട്ടോ. ചോറിൻ്റെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ കൂടുതലായിട്ട് ചിലവുണ്ടാക്കുക പച്ചമുളക്, ഉള്ളി, തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് കുറച്ച് കൂടുതൽ സംഭവങ്ങളൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, പച്ചക്കറികളൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് നാളെ കേട് വരാതിരിക്കും കേട്ടോ. അപ്പോൾ പച്ചമുളക് നിങ്ങൾ കഴുകരുത്. കഴുകിയിട്ടുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ നല്ലോണം വെള്ളം തുടച്ചെടുക്കണം. എന്നാലും അതിൽ അല്പം വെള്ളം ഉണ്ടാവും കേട്ടോ. പക്ഷെ അങ്ങനെ എടുത്ത് വെക്കാൻ കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ പച്ചമുളകിൻ്റെ ഞെട്ടി എല്ലാം കളഞ്ഞ് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു ഞെട്ടി കളഞ്ഞിട്ടുള്ള പച്ചമുളക് ഇനി ഞാനിതാ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ
സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നർ ഞാൻ അല്ലെങ്കിൽ ഐസ്ക്രീം ബോക്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടെയ്നറോ ആണ് കേട്ടോ യൂസ് ആക്കൽ. എന്നിട്ട് ഇതിലിതാ നമ്മൾ പഴയ നോട്ട് ബുക്കൊക്കെ ഉണ്ടാവൂലേ, അതിൻ്റെ എഴുതാത്ത പേപ്പർ നമ്മളിങ്ങനെ വെറുതെ കളയുമല്ലോ പേപ്പർ, ഇനിയിപ്പോൾ എഴുതിയ പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എഴുതാത്ത പേപ്പറാണ് ഞാൻ എടുക്കുന്നത്. അതിതാ ഇതിൽ അടിവശത്ത് ഇങ്ങനെ വിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ഞെട്ടി കളഞ്ഞിട്ടുള്ള പച്ചമുളകൊക്കെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. പേപ്പർ ഇങ്ങനെ സൈഡിലേക്കൊക്കെ കയറി നിൽക്കണം കേട്ടോ, കാരണം ആ ഒരു ഈർപ്പം വരും ഈ ഒരു പാത്രത്തിൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ അതൊന്നും നമ്മുടെ പച്ചമുളകിലേക്ക് ആവരുത് കേട്ടോ. പച്ചമുളകിലേക്ക് ഈർപ്പം ആവുന്ന സമയത്താണ് ഇത് പെട്ടെന്ന് ചീത്തയായി പോവുക. അപ്പോൾ ഇതുപോലെ പച്ചമുളകെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വേറൊരു പേപ്പർ എടുത്തിട്ട് നമ്മളത് ഇതിൻ്റെ മുകളിലും ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒട്ടും തന്നെ പച്ചമുളക് പുറത്തേക്ക് കാണാത്ത വിധത്തിൽ അതുപോലെ സൈഡിലേക്കൊക്കെ ഇറക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം കേടുവരാതിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അഥവാ ഈ ഒരു പേപ്പറിന് നനവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പേപ്പർ എടുത്ത് മാറ്റിയിട്ട് വേറൊരു പേപ്പറിൽ ഇതേപോലെ തന്നെ വിരിച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. ഈ ഒരു കണ്ടെയ്നർ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം അങ്ങനെ ആയാലും ഒരുപാട് നാൾ ചീത്തയാവാതെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് ഞാൻ തക്കാളിയും സൂക്ഷിക്കുന്നത്. വേറൊരു പാത്രം എടുത്തിട്ട് അതിലിതാ ഇതുപോലെ ഒരു പേപ്പർ വിരിച്ചു കൊടുക്കുന്നുണ്ട്. തക്കാളി പിന്നെ പെട്ടെന്നൊന്നും ചീത്തയാവില്ല, കുറേ നാൾ നിൽക്കും കേട്ടോ. എന്നാലും നമ്മൾ തക്കാളി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു ഞെട്ടി ഭാഗം ഇങ്ങനെ താഴേക്കാക്കിയിട്ട് വേണം കേട്ടോ തക്കാളി ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പേപ്പറിന് പകരം ചിലരൊക്കെ ടിഷ്യൂ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ടിഷ്യൂ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല, കാരണം ടിഷ്യൂ വളരെ തിന്നായിട്ടുള്ള ഒരു പേപ്പറാണ്. അത് നമ്മൾ ഈ ഒരു മല്ലിയിലാണെന്നുണ്ടെങ്കിലും പച്ചമുളകാണെന്നുണ്ടെങ്കിലും ഒക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ടിഷ്യൂവിന് നനവ് വരും കേട്ടോ. അതുപോലെ അത്ര പെട്ടെന്ന് നനവ് വരില്ല. ഈ ഒരു നോട്ട് ബുക്കിന്റെ പേജ് ആവുമ്പോൾ അത്യാവശ്യം കട്ടി ഉണ്ടാവും, അതിന് അങ്ങനെ വല്ലാതെ നനവ് വരില്ല കേട്ടോ. ഇപ്പൊ ഇതാ ഞാനൊരു 3 വീക്സോളം സൂക്ഷിച്ചിട്ടുള്ള മല്ലിയില ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ ഒരു മല്ലിയില ഞാൻ ഇതേപോലെ നോട്ട് ബുക്കിന്റെ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് അടിയിൽ കണ്ടെയ്നറിന്റെ അടിയിൽ ഒരു പേപ്പർ ഉണ്ട്, പിന്നെ ഈ മല്ലിയില വേറൊരു പേപ്പറിൽ പൊതിഞ്ഞിട്ടുണ്ട്, അതിന്റെ മുകളിൽ വേറൊരു പേപ്പറും, അങ്ങനെ ഈർപ്പൊന്നും ഒട്ടും ആവാത്ത വിധത്തിലാണ് വെച്ചിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു മല്ലിയില വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 വീക്സ് ആയിട്ടോ. ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നാൽ മല്ലിയില, പ്രത്യേകിച്ച് മല്ലിയില പുതിനയില ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവന്നാൽ അത് പെട്ടെന്ന് തന്നെ അപ്പം തന്നെ ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്ത് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ ചൂടൊക്കെയാണ് വരാൻ പോകുന്നത്, അപ്പോൾ നമ്മുടെ വീട്ടിൽ അത് കൊണ്ടുവന്ന് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഒരു പാടിയ പോലെ ആവും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളത് വെച്ചാൽ നമുക്ക് ആ ഒരു ഇതേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നതാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ആ പേപ്പറിൽ നനവ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വേറൊരു പേപ്പറിൽ അതൊന്ന് പൊതിഞ്ഞിട്ട് അതേപോലെ തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് മാസങ്ങളോളം ഇത് ഒട്ടും തന്നെ ചീത്തയാവാതെ സൂക്ഷിക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചെറിയുള്ളി സൂക്ഷിക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ. അപ്പൊ നനവുള്ള ചെറിയുള്ളിക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം നനവൊക്കെ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതുപോലെ തന്നെ കണ്ടെയ്നറിൽ പേപ്പർ വിരിച്ചിട്ട് വേണം കേട്ടോ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. കാരണം ചെറിയുള്ളിയിൽ പെട്ടെന്ന് നനവ് വന്നാൽ പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു സാധനമാണ്, വെളുത്തുള്ളിയുടെ പോലെയല്ല. അപ്പോൾ ചെറിയുള്ളിയൊക്കെ അതുപോലെ തൊലി കളഞ്ഞിട്ട് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പേപ്പറൊക്കെ വിരിച്ചിട്ട് നന്നായിട്ട് ഉണക്കി സൂക്ഷിച്ച് വെക്കാം. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് ഒരു 19 കൊല്ലം മുമ്പ് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയൊക്കെ ചെയ്തിരുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഇത് നോമ്പ് കാലത്താണ് അവർ ചെയ്തിരുന്നത്. കാരണം പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ അന്നും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരുന്നു. അന്ന് ഇതുപോലെയുള്ള ഫ്രിഡ്ജും കാര്യങ്ങളും സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റാത്ത സംഭവങ്ങൾ വരെ ഇതുപോലെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തു. തേങ്ങ ഞാൻ നല്ല ചെറുതായിട്ടാണ് കേട്ടോ ചിരകി എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ വലുതായിട്ടൊക്കെ ചിരകിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 8 ചെറിയുള്ളിയും ഒരു 4-5 വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒരുപാട് വേണ്ട, അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് പെരിഞ്ചീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ചീരകം 1 ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇരുമ്പ് ചട്ടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ, കാരണം ഈ ഒരു തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. ഇതിൽ തേങ്ങയിലുള്ള ആ ഒരു നനവൊക്കെ ഒന്ന് പോയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. അതുവരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം തേങ്ങാപ്പാലുള്ള പച്ചത്തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അധികം പച്ചത്തേങ്ങ ഈ ഒരു കാര്യത്തിന് എടുക്കാതിരിക്കുന്നതാവും നല്ലത്. നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഉണങ്ങിയ തേങ്ങയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക. നമ്മൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ വെച്ചിട്ട് വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു കളറായിട്ട് വരണം. നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ഇങ്ങനെ പൊടിഞ്ഞ് വരണം കേട്ടോ. ആ ഒരു ആവുന്നത് വരെ, ആ ഒരു ടൈം ആവുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ചൂടാറി കഴിയാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയാൽ ഇതിൽ വെക്കരുത്. നമുക്കിത് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാൻ ചൂടാറാൻ വേണ്ടിയിട്ട്.
ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിലൊക്കെ തൊട്ട് നോക്കിയാൽ പൊടിഞ്ഞു വരുന്ന ആ ഒരു പാകത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഒന്നുകിൽ നിങ്ങൾക്കിത് പൊടിച്ചിട്ടും സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമുക്കിങ്ങനെ കണ്ടെയ്നറിലാക്കിയിട്ട് നല്ല എയറൊന്നും കടക്കാത്ത ഒരു പാത്രത്തിലാക്കിയിട്ട് പുറത്ത് തന്നെ സൂക്ഷിക്കാം. അല്ലെങ്കിൽ പൊടിച്ചിട്ട് നമുക്ക് കുപ്പിയിലാക്കിയിട്ടും സൂക്ഷിക്കാം കേട്ടോ. നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് പോലെ. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പത്തിരിയിലേക്കൊക്കെ നൈസ് പത്തിരിയിലേക്കൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതിലൊരല്പം അരച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ വറുത്തരച്ച കറി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഇതിന്റെ കൂടെ ഇത് ഒരല്പം ചേർത്താൽ മതി. ഇത്രയും മൊരിഞ്ഞിട്ട് വറുത്തെടുത്തത് കാരണം നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഒരല്പം പച്ചത്തേങ്ങ ഒക്കെ അരച്ചിട്ട് ഇതും ഒരു 2-3 തവിയൊക്കെ ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരച്ച് കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നോമ്പ് സമയത്തൊക്കെ ഇതുപോലെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭം കിട്ടും കേട്ടോ. കാരണം ഇതുപോലെ തേങ്ങയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം വെച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കണം. എന്നാലുള്ളൂ ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുക. അപ്പോൾ നോമ്പിന്റെ മുന്നേ തന്നെ നമ്മൾ ഇതുപോലെയുള്ള തേങ്ങ വറുത്തരച്ച കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ, ഇപ്പം എന്നും നമ്മൾ പണ്ടത്തെ പോലെ പത്തിരി ഒന്നും ഉണ്ടാക്കില്ലല്ലോ, മാറി മാറിയല്ലേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നമ്മൾ തേങ്ങ ഒക്കെ വറുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്ന് എടുത്തിട്ട് അരച്ച് നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചമ്മന്തിപ്പൊടിയൊക്കെ സൂക്ഷിക്കുന്നത് പോലെയും സൂക്ഷിക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസ് ഒന്ന് പിച്ചി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ കൂടുതലായിട്ടും ബ്രെഡിൻ്റെ ആ ഒരു അടിവശം വരുന്നത് ഇതാ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെ പീസുകളും ഇതാ ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജാർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് നല്ല പൗഡർ പരുവത്തിലാവണ്ട, ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മുഴുവൻ ബ്രെഡ് ക്രംസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം കേട്ടോ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. സാവധാനം ക്ഷമയോട് കൂടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ബ്രെഡ് ക്രംസ് ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ആ ബ്രെഡ് ക്രംസ് ഒക്കെ മൊരിഞ്ഞ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഒരു റസ്ക് പൊടി പോലെ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട്ലറ്റോ അതുപോലെ റോളോ, നമ്മൾ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ബ്രെഡൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് നമ്മുടെ സ്നാക്കൊക്കെ മൊരിഞ്ഞു നിൽക്കും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ടൊക്കെ നമുക്ക് കട്ട്ലറ്റൊക്കെ കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഈ ഒരു റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിലാക്കിയിട്ടോ സൂക്ഷിക്കാം. പുറത്ത് വെച്ചാലും ഇത് കേടാവത്തൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം മൊരിഞ്ഞ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് നോമ്പ് സമയത്തൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോലി എളുപ്പമാവും കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കളയിൽ നിന്ന് പോകാൻ പണികളൊക്കെ തീർത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.